ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ കൺവെൻഷൻ നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CPI ജില്ലാ സമ്മേളനം വെള്ളരിക്കുണ്ടിൽ തുടങ്ങി. സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്താനുള്ള പതാക അമ്പലത്തറയിൽ വെച്ച് മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ പ്രതിമണ്ഡപത്തിൽ നിന്നും മകൻ കൈമാറി. ക്ലാസ് എടുക്കാൻ മുത്തശ്ശിയായി എത്തി UBMC സ്കൂളിലെ അധ്യാപിക ബിനു ടീച്ചർ. മുത്തശ്ശിയായി ടീച്ചർ എത്തി കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികളിൽ അത് നവ്യാനുഭവം പകർന്നു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. യാത്രയയപ്പും സംഘടിപ്പിച്ചു. പേപ്പർ ബാഗുകൾ തയ്യാറാക്കി NCC അംഗങ്ങൾ. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റും 32 കേരള ബറ്റാലിയനും സംയുക്തമായി കടലാസ് ബാഗുകൾ നിർമ്മിച്ച് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ സൗജന്യമായി വിതരണം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആനന്ദവനം വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ആനന്ദവനം ഒരുങ്ങി. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫൈസൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ കൺവെൻഷൻ നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മെഡിസെപ്പിന്റെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ച് പെൻഷൻകാർക്കായി പ്രത്യേക ചികിത്സാ പദ്ധതി അനുവദിക്കുക, കുടിശ്ശികയായിട്ടുള്ള ക്ഷമാശ്വാസങ്ങൾ അനുവദിക്കുക, ലഹരിവിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ റിട്ടയർ ചെയ്ത ആളുകളാണ് നമ്മുടെ എല്ലാ കൺവെൻഷനുകളും ഇതുപോലെ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ മനസ്സ് ത്രസിച്ചു നിൽക്കുന്ന ആളുകളാണ് പലരും. അതുകൊണ്ട് തന്നെ നമ്മളെ കൺവെൻഷനുകൾ പല സ്ഥലത്തും വളരെ സജീവമായ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. അതുവഴി ഉണ്ടാവണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ കൺവെൻഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1500 മേൽ യൂണിറ്റുകളുണ്ട് KSSPU-ന്. യൂണിറ്റ് കൺവെൻഷനുകൾ ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ 33ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. അതിൽ ഉയർന്നു വന്ന ചർച്ചകളും പ്രമേയങ്ങളും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിലയിരുത്തലുമെല്ലാം എന്തൊക്കെയായിരുന്നു എന്ന് നമ്മുടെ എല്ലാ പ്രവർത്തകരിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ കൺവെൻഷൻ ലക്ഷ്യം. തുടർന്ന് യൂണിയനിൽ പുതുതായി അംഗത്വമെടുത്തവരെ സ്വീകരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് N രാധ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ S ഗോപാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം PV കമലാക്ഷി, ജില്ലാ കമ്മിറ്റി അംഗം VV ബാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം പനത്തടി നാരായണൻ, യൂണിറ്റ് ചാർജ് K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KV കുഞ്ഞമ്പു നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPI ജില്ലാ സമ്മേളനം വെള്ളരിക്കുണ്ടിൽ തുടങ്ങി. സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്താനുള്ള പതാക അമ്പലത്തറയിൽ വെച്ച മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ പ്രതിമണ്ഡപത്തിൽ നിന്നും മകൻ കൈമാറി. CPI ജില്ലാ സമ്മേളനം വെള്ളരിക്കുണ്ടിൽ തുടങ്ങി. സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്താനുള്ള പതാക അമ്പലത്തറയിൽ വെച്ച മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മകൻ കിഷോർ KK കൈമാറി. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലേക്കുള്ള പതാക ജാഥയാണ് ഇന്ന് സ്വാതന്ത്ര്യസമര സേനാനിയും താമ്രപത്ര ജേതാവുമായ മടിക്കൈ കുഞ്ഞിക്കണ്ണേട്ടന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും നമ്മുടെ സമ്മേളന സ്ഥലമായ വെള്ളരിക്കുണ്ടിലേക്ക് കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത്. ഈ പതാക ഇന്ന് മടിക്കൈ കുഞ്ഞിക്കണ്ണേട്ടന്റെ മകൻ സഖാവ് കിഷോർ മഹിളാ സംഘം ജില്ലാ സെക്രട്ടറിയായ എനിക്ക് കൈമാറുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ്.
ചടങ്ങിൽ സി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി ഭാർഗവി, രേണുക ഭാസ്കരൻ, ബിന്ദു പുല്ലൂർ, കെ വി ശ്രീലത, എ ദാമോദരൻ, കെ ഷാർങ്ങാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ലാസ് എടുക്കാൻ മുത്തശ്ശിയായി എത്തി UBMC സ്കൂളിലെ അധ്യാപിക ബിനു ടീച്ചർ. മുത്തശ്ശിയായി ടീച്ചർ എത്തി കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികളിൽ അത് നവ്യാനുഭവം പകർന്നു. 3ാം ക്ലാസിന്റെ കഥോത്സവവുമായി ബന്ധപ്പെട്ട മുത്തശ്ശി കഥയുമായി ബിനു ടീച്ചർ എത്തി. 3ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗത്തെ കനകച്ചിലങ്ക എന്ന പാഠത്തിലെ ആനയും അണ്ണാറക്കണ്ണനും എന്ന ഭാഗത്തെ പ്രവർത്തനമാണ് നാട്ടുകഥ പരിചയപ്പെടുത്തൽ. മൂന്നാം ക്ലാസ്സിലെ കനകച്ചിലങ്ക എന്ന പാഠത്തിലെ ആനയും മണ്ണാറക്കണ്ണനും എന്നൊരു നാട്ടുകഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുത്തശ്ശിയെ കൊണ്ട് ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് SRGയിൽ ആലോചിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തശ്ശിയെ നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ 1ാം ക്ലാസ്സിലെ ഒരു ടീച്ചർ തന്നെ മുത്തശ്ശിയായിട്ട് വരാമെന്ന് ഏറ്റുണ്ട്. മുത്തശ്ശിമാരോട് കഥകൾ ചോദിച്ചറിയുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയും മുത്തശ്ശിക്കഥ പരിചയപ്പെടുത്തുകയുമാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് UBMC സ്കൂൾ അധ്യാപിക ബിനു ടീച്ചർ മുത്തശ്ശിയായി കുട്ടികളുടെ മുന്നിലെത്തിയത്. കുട്ടികളോട് വിശേഷം പങ്കുവച്ചും കഥ പറഞ്ഞും കുട്ടികളോട് കൂട്ടുകൂടുകയായിരുന്നു മുത്തശ്ശി. 35 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ബിനു ടീച്ചർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. യാത്രയയപ്പും സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനും യാത്രയയപ്പും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇലക്ട്രിസിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുമായി ബന്ധമുള്ള ഇലക്ട്രിസിറ്റി കോൺഫെഡറേഷന്റെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ഹാളിൽ നടക്കുന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എല്ലാ ജീവനക്കാരോടും, കേരളത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി മാറി എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനിൽ സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ P ജയചന്ദ്രൻ, KV ഗോപകുമാർ, K സുധീർ, മുഹമ്മദ് ഷെരീഫ്, മഹേഷ് കരിമ്പിൽ, PV ചന്ദ്രശേഖരൻ, M മോഹനൻ, അജിത് കുമാർ KM, പവിത്രൻ KM, ജലീൽ കാർത്തിക, തോമസ് ജോസഫ്, അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ശ്രീപാദൻ P, അബ്ദുൾ ലത്തീഫ്, കുഞ്ഞിരാമൻ K, മോഹനൻ PV, ശശി E എന്നിവർക്ക് യാത്രയയപ്പും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പേപ്പർ ബാഗുകൾ തയ്യാറാക്കി NCC അംഗങ്ങൾ. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റും 32 കേരള ബറ്റാലിയനും സംയുക്തമായി കടലാസ് ബാഗുകൾ നിർമ്മിച്ച സ്കൂൾ പരിസരത്തുള്ള കടകളിൽ സൗജന്യമായി വിതരണം ചെയ്തു. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും കടലാസ് ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റും 32 കേരള ബറ്റാലിയനും സംയുക്തമായി കടലാസ് ബാഗുകൾ നിർമ്മിച്ച് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ സൗജന്യമായി വിതരണം ചെയ്തു. കടകളിൽ നിന്നും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് പേപ്പർ ബാഗുകൾ മാത്രം ഉപയോഗിക്കണമെന്ന നിർദ്ദേശം കാഡറ്റുകൾ കടയുടമകൾക്ക് നൽകി. സ്കൂൾ ക്യാമ്പ് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ലോക കടലാസ് ബാഗ് ദിനത്തിൽ കടലാസ് ബാഗുകളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ചിത്രകാരൻ ശ്യാം പ്രസാദ് കുട്ടികൾക്ക് പേപ്പർ ബാഗുകൾ തയ്യാറാക്കുന്ന ക്ലാസുകൾ നൽകി. അധ്യാപകരായ അമൽ രമേശ്, കൃഷ്ണപ്രസാദ്, കാഡറ്റുകളായ ധൻവി,
ആശീർവാദ് കണ്ണൻ, വാസുദേവ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആനന്ദവനം വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ആനന്ദവനം ഒരുങ്ങി. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വനവത്കരണ പദ്ധതിയുടെ ഭാഗമായി മൗങ്കാൽ ആനന്ദാശ്രമത്തിലെ സമീപത്തുള്ള 3 ഏക്കർ പഞ്ചായത്ത് കൈവശ ഭൂമിയിൽ ആനന്ദവനം ഒരുക്കിയിരിക്കുകയാണ്. ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പച്ചത്തുരുത്താണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 1000 വൃക്ഷത്തൈകൾ സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് ലഭ്യമാക്കുകയും അവ നട്ടുപിടിപ്പിക്കുകയുമാണ്. വനവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. വെള്ളപ്പൊക്കം, മലയിടിച്ച് എല്ലാം ഉണ്ടാവുകയാണ്. ഇതിന് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയിലുണ്ടായ മാറ്റമാണ്. ഈ മാറ്റം മനുഷ്യരെ മാത്രമല്ല ബാധിക്കുക, ഭൂമുഖത്തുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് എല്ലാവരും വനംവകുപ്പ് മന്ത്രി അറിയുന്നത്. എല്ലാ ദിവസവും നോക്കിയാൽ വനംവകുപ്പിനെ കുറിച്ചൊരു വാർത്തയില്ല. കാലാവസ്ഥാ സന്തുലനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വനവൽക്കരണം നടത്താനുള്ള അജാനൂർ പഞ്ചായത്തിന്റെ ശ്രമം ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KR ശ്രീദേവി, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, മുളക്കണ്ടം പ്രഭാകരൻ, കരീം ചന്ദേര, എക്കാൽ കുഞ്ഞിരാമൻ, ബഷീർ വെള്ളിക്കോത്ത്, പ്രസാദ് മിഥില, PP രാജു എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ സ്വാഗതവും സെക്രട്ടറി K ചനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് MSFന്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ സാക്ഷിയാണ്. ഞാൻ സമീപകാലത്ത് കണ്ട MSFന്റെ ജാഥകളുടെ, പ്രകടനങ്ങളുടെ, ആവേശങ്ങളുടെ, സ്റ്റുഡൻസ് യൂണിയൻ പിടിച്ചടക്കലിന്റെ മനോഹരമായ ചിത്രങ്ങളിൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ടിസ്സിലെ പ്രകടനമാണ്. ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ലോകത്തിന് മുഴുവൻ ഹ്യൂമാനിറ്റീസ് പ്രതിഭകളെ, സോഷ്യൽ വർക്ക് കഴിഞ്ഞ MSWക്കാരെ ലോകത്തിന്റെ ബുദ്ധിപരമായ സംഭാവന കൊടുക്കുന്ന ഇന്ത്യൻ ക്യാമ്പസാണ് ടിസ്, മുംബൈ ടിസ്. മുംബൈ ടിസിലെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രകടനം നടക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയന്റെ ഹർഷാരവങ്ങളുടെ പ്രകടനത്തിൽ ലോക നേതാക്കന്മാരുടെ ചിത്രങ്ങളുണ്ട്. MSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ ചേരൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സവാദ് അങ്കടിമുഗർ സ്വാഗതം പറഞ്ഞു. MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, ട്രഷറർ PM മുനീർ ഹാജി, ജില്ലാ സെക്രട്ടറിമാരായ ഹാരിസ് ചൂരി, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട്, സെക്രട്ടറി ഇർഷാദ് മൊഗ്രാൽ, പ്രവർത്തക സമിതി അംഗങ്ങളായ ജാബിർ തങ്കയം, ഷഹീദ റാഷിദ്, ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിന്റെ 2ാം സെഷനായ കാലം മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ വിഷയാവതരണം നടത്തി. MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സലാം ബെലിഞ്ചം പ്രസീഡിയം നിയന്ത്രിച്ചു. സെക്രട്ടറി സർഫറാസ് ബന്ദിയോട്, ഹരിത ജില്ലാ ജനറൽ കൺവീനർ മുസ്തിന ബംബ്രാണ എന്നിവർ സംസാരിച്ചു. സംഘടനാ ചർച്ചാ സെഷനിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ, ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് മോഡറേറ്ററായി. MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ, സെക്രട്ടറി ജംഷീർ മൊഗ്രാൽ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ സംഘടനാപരവും വിദ്യാഭ്യാസപരവുമായ വിഷയങ്ങളിൽ സമ്മേളന പ്രതിനിധികൾ സംവദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കവി സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ നാമധേയത്തിൽ ഒരുക്കിയ കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കാസർഗോഡ് വികസന പാക്കേജിൽ 2 കോടി രൂപയോളം ചെലവിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പുതുതായി ഒരുക്കിയ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം എന്ന അഗ്രി ടൂറിസം സെന്റർ ഓഗസ്റ്റ് 10 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സെന്ററിൽ ചമയം ഓഡിറ്റോറിയം, വിവിധ ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനശാല, നെൽകൃഷി ഗവേഷണ പാടങ്ങൾ, എക്സിബിഷൻ ഹാൾ എന്നീ നിർമ്മിതികളും ഹരിതവനം, ഗൃഹവനം, മിയാവാക്കി, നക്ഷത്രവൃക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ചിൽഡ്രൻസ് പാർക്ക്, സംസ്കൃതി പാർക്ക്, മുള പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങി വൈവിധ്യമാർന്ന വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദൂരക്കാഴ്ചയുള്ള ഏറുമാടത്തിൽ ഇരുന്ന് നെൽകൃഷി പണികൾ കണ്ട് പഠിക്കാനും തിരുമുമ്പ് ഭവനത്തിൽ താമസത്തിനുമായി അത്യാവശ്യ സൗകര്യമുണ്ട്. വ്യത്യസ്ത വിളകളുടെ ബയോ പാർക്കുകൾ, കാസർഗോഡ് കുള്ളൻ പശുക്കൾ, മലബാറി ആട്, മത്സ്യം, താറാവ് സംയോജിത കൃഷി പാഠശാല കൂടിയാണ് അഗ്രി ടൂറിസം സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. സസ്യ ഉൽപാദനം മാത്രമല്ല, പക്ഷി മൃഗ പരിപാലനം, മത്സ്യകൃഷി എന്നിവ സമന്വയിപ്പിച്ചാലേ കൃഷി എന്നത് പൂർണ്ണമാവൂ എന്ന് പഠിപ്പിക്കുന്ന പാഠശാല പുത്തൻ കാഴ്ചപ്പാടാണ് നൽകുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഇത് ഉൾപ്പെടുന്ന പാക്കേജുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കാസർഗോഡ് ഡെപ്യൂട്ടി കളക്ടർ ലിപ്പു എസ് ലോറൻസ് യോഗം ഉദ്ഘാടനം ചെയ്തു. അതിലുള്ള ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്ന ഓരോ ഏറ്റവും ചെറിയ ചുമതലയാൽ അതുപോലും നിർവഹിക്കേണ്ടത് എന്ന അങ്ങനെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങളാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. ഒരു ചൊല്ലുണ്ട്, പ്ലാൻസ് ആർ നത്തിങ് ബട്ട് പ്ലാനിങ് ഈസ് എവരിതിങ്. ശരിയായ ആസൂത്രണമാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെയും മഹത്തായ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. മറിച്ച് ആ പദ്ധതിയല്ല, പദ്ധതിയെക്കുറിച്ചുള്ള ആസൂത്രണമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ആ പരിപാടിയുടെ വിജയം എങ്ങനെയാകും എന്നുള്ളത് നാം ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ആസൂത്രണത്തിലാണ് ഇരിക്കുന്നത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി അജിത അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി സി വി രാജേഷ് എന്നിവർ സംസാരിച്ചു. എം രാജഗോപാലൻ MLA ചെയർമാനും ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ ജനറൽ കൺവീനറുമായ 301 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. 9 സബ് കമ്മിറ്റികളും നടത്തിപ്പിന്റെ ഭാഗമായി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൊഴിലാളി സമരത്തിൽ രക്തസാക്ഷിയായ വരദരാജ് പൈയുടെ 57ാമത് രക്തസാക്ഷിത്വം ആചരിച്ചു. CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് പ്രഭാതപേരിയും അനുസ്മരണവും നടത്തി. 1968 മെഹബൂബ് ബസ് തൊഴിലാളികളുടെ സമരത്തിൽ രക്തസാക്ഷിയായ വരദരാജ് പൈയുടെ 57ാമത് രക്തസാക്ഷിത്വം ആചരിച്ചു. CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രഭാതപേരിയും അനുസ്മരണവും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. നിങ്ങൾ നോക്കൂ, അന്ന് നമ്മൾ സംഘടിക്കാനും സമരം ചെയ്യാനും മിനിമം കൂലിക്ക് വേണ്ടിയുള്ള സമരമാണ് നടന്നതെങ്കിൽ ഇന്ന് അതിനേക്കാൾ രൂക്ഷമായ സമരം നമ്മൾ നിർബന്ധിക്കപ്പെട്ടു. ഇന്നലെ 9-ാം തീയതി നമ്മൾ ദേശീയ പണിമുടക്കം നടത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം രാജ്യത്ത് പാസ്സാക്കപ്പെട്ട തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ തകർക്കുന്ന പോലീസ് സർക്കാർ നിയമത്തിലായിരിക്കും. പക്ഷേ വരരായ പോലുള്ള നൂറുകണക്കായ ധീരസാക്ഷികൾ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നമുക്കെല്ലാം ഇന്ന് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ സാമൂഹിക പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അതിനെയെല്ലാം പച്ച തകർക്കുന്ന രൂപത്തിൽ, പുതിയ രൂപത്തിലും ഭാവത്തിലും
ലോകത്തെ ധനമൂലധന ശക്തികളും പുസ്തക മുതലാളിമാരും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും ചേർന്ന് നമ്മുടെ പരിമിതമായ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ വനിതാ കൊടുക്കുന്നത്. CITU ജില്ലാ കമ്മിറ്റി മെമ്പർ ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ, ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ, AR ധന്യവാദ്, ഭുജംഗ ഷെട്ടി, പി ജാനകി എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് സത്യരാജ്, സുമിത് കുമാർ, M മധുസൂദനൻ, K കരുണാകരൻ, PM ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കാഞ്ഞങ്ങാട്ട് പുതുതായി പണി കഴിപ്പിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 15 നടക്കും. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. കോട്ടച്ചേരി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കാഞ്ഞങ്ങാട്ടെ പുതുതായി പണി കഴിപ്പിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 15 നടക്കും. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. സംഘം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് പ്രസിഡന്റാണ് സംഘത്തിന്റെ അധ്യക്ഷൻ കുഞ്ഞിരാമൻ അയ്യങ്കാവ്, പ്രസിഡന്റ് സംഘം. റിപ്പോർട്ട് അവതരണം ലത M, സെക്രട്ടറി. കെട്ടിട ഉദ്ഘാടനം രമേശ് ചെന്നിത്തല, MLA, മുൻ ആഭ്യന്തരമന്ത്രി. നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ശ്രീമതി KV സുജാത, ചെയർപേഴ്സൺ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി. സംഘത്തിൽ നിന്നും പിരിഞ്ഞുപോയ മുൻ സെക്രട്ടറിമാരെ ആദരിക്കൽ ശ്രീ V ചന്ദ്രൻ, ജോയിന്റ് രജിസ്ട്രാർ ജനറൽ കാസർഗോഡ്. മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നത് ശ്രീ PK പൈസൻ, DCC പ്രസിഡന്റ് കാസർഗോഡ്. മെമ്പർമാരായ മുതിർന്ന കർഷകരെ ആദരിക്കാൻ ശ്രീ ഗോപിതാക്ഷൻ P, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പോസ്റ്റോക്ക്. ബിൽഡിംഗ് എഞ്ചിനീയർ ശ്രീ ദാമോദരൻ ആർക്കിടെക്റ്റിനെ ആദരിക്കൽ ശ്രീ ജിനീഷ് TK, DGM കേരള ബാങ്ക്. ബിൽഡിംഗ് കോൺട്രാക്ടർ ശ്രീ ജാഫർ സാദിഖിനെ ആദരിക്കുന്നത് ശ്രീമതി ബിന്ദുമോൾ ANR, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് പുസ്തകത്ത്. കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ സംഘത്തിൽ നിന്നും പിരിഞ്ഞുപോയ മുൻ സെക്രട്ടറിമാരെ ആദരിക്കും. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ P ലോഹിതാക്ഷൻ മെമ്പർമാരായ മുതിർന്ന കർഷകരെ ആദരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ KCMS വൈസ് പ്രസിഡന്റ് വേലിക്കോത്ത് അസൈനാർ ഹാജി, KCMS പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ്, KCMS സെക്രട്ടറി M ലത, നാരായണൻ V, രവീന്ദ്രൻ ചേടിറോഡ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ BMS കാസർഗോഡ് ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. പൊതുപണിമുടക്ക് ദിനത്തിൽ ചങ്ങനാശ്ശേരി സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിലായിരുന്നു പ്രതിഷേധം. പൊതുപണിമുടക്ക് ദിനത്തിൽ ചങ്ങനാശ്ശേരി സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് NEPE CITU നേതാക്കൾ അതിക്രമിച്ചു കയറി തപാൽ ജീവനക്കാരനും BPFP സെക്രട്ടറിയുമായ വിഷ്ണു ചന്ദ്രനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ BMS കാസർഗോഡ് ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കാസർഗോഡ് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പ്രകടനം BPF കേരള സർക്കിൾ വർക്കിംഗ് കമ്മിറ്റി അംഗവും കാസർഗോഡ് BPF ചെയർമാനുമായ PK മോഹൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് BGDKS ട്രഷറർ A നാരായണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലിഖിത P, BK രാജ, നാരായൺ K, രഞ്ജിത്ത് M, സുരേന്ദ്ര K, അക്ഷിത്, മുകുന്ദ AR തുടങ്ങിയവർ പങ്കെടുത്തു. ഗോപാലകൃഷ്ണ കുഡ്ലു സ്വാഗതവും മണികണ്ഠ പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രക്ഷിതാക്കൾക്ക് കൗതുകമായി ASBS കുംട്ടിക്കാന സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ. സ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അബ്ബാസ് ഉൽപ്പന്നങ്ങൾ പ്രകാശനം ചെയ്തു. PTA ജനറൽ ബോഡി യോഗത്തിനെത്തിയ രക്ഷിതാക്കളെ കൺകുളിർമയിലാക്കുന്നതായിരുന്നു കുംട്ടിക്കാന SB സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ. സ്കൂളിന്റെ 75ാം വാർഷിക ഭാഗമായി വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചുരുങ്ങിയ ചെലവിൽ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പരിശീലനം പദ്ധതിയിട്ടത്. അതിന്റെ 1ാം ഭാഗമായി കുട്ടികൾക്ക് പരിശീലനം നൽകുകയും കുട്ടികൾ ഉണ്ടാക്കിയ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ PTA ജനറൽ ബോഡി യോഗത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അബ്ബാസ് വിതരണോദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. സ്കൂൾ മാനേജർ ശങ്കരനാരായണ ശർമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു.
കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ കെ മൂകാംബിക, സുഭാഷ്, ശരത് കുമാർ, അഖില ലക്ഷ്മി, സുദർശന, അബ്ദുൽ സലാം പി എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ എ രാധാകൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ ബി നന്ദിയും പറഞ്ഞു. പദ്ധതിയുടെ തുടർച്ചയായി രക്ഷിതാക്കൾക്കും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനുള്ള പരിശീലനവും വിപണന മാർഗവും പരിശീലിപ്പിക്കുമെന്ന് ഇക്കോ ക്ലബ് കൺവീനർ ജ്യോതി കെ പറഞ്ഞു. ജനറൽ ബോഡി യോഗത്തിൽ PTA പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഹോസ്റ്റർക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. ഹോസ്റ്റർക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ലൊരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചത്. സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഈ അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആകുന്നതിന് മുമ്പേ ഇൻസ്പെക്ടറായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളും ഒന്നാണ്. ഈ സ്കൂളുകൾ പോയിട്ട് ഒരു പ്രശ്നം, എല്ലാ സ്കൂളുകളും ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിങ്ങൾക്കെല്ലാം അറിയാവും. ചിലപ്പോൾ അതിന്റെ ഭാരവാഹികളായവരുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ പോകുമ്പോഴേ നാട്ടുകാരോട് പറയും ഇത് എങ്ങനെ ആക്കണം, എന്താക്കണം. പ്രസിഡന്റ് അലോഷ്യസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഹോസ്തുർഗ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് NR ബിന്ദുമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, നാരായണൻ അടിയോടി, ബിന്ദു PK, കൃഷ്ണൻ TS, TG ദേവസ്യ, സീത PR എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജയൻ CE സ്വാഗതവും PT ബെന്നി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടം വയൽ കൺവെൻഷൻ നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CPI ജില്ലാ സമ്മേളനം വെള്ളരിക്കുണ്ടിൽ തുടങ്ങി. സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്താനുള്ള പതാക അമ്പലത്തറയിൽ വെച്ച് മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ പ്രതിമണ്ഡപത്തിൽ നിന്നും മകൻ കൈമാറി. ക്ലാസ് എടുക്കാൻ മുത്തശ്ശിയായി എത്തി UBMC സ്കൂളിലെ അധ്യാപിക ബിനു ടീച്ചർ. മുത്തശ്ശിയായി ടീച്ചർ എത്തി കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികളിൽ അത് നവ്യാനുഭവം പകർന്നു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. യാത്രയയപ്പും സംഘടിപ്പിച്ചു. പേപ്പർ ബാഗുകൾ തയ്യാറാക്കി NCC അംഗങ്ങൾ. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റും 32 കേരള ബറ്റാലിയനും സംയുക്തമായി കടലാസ് ബാഗുകൾ നിർമ്മിച്ച് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ സൗജന്യമായി വിതരണം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആനന്ദവനം വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ആനന്ദവനം ഒരുങ്ങി. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫൈസൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.